ഒരാൾ നിങ്ങളോട് അയാൾക്ക് ജീവിക്കാൻ താല്പര്യമില്ല, മരിക്കാൻ തോന്നുന്നുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ ജീവിച്ചിട്ട് ഒരു അർത്ഥമില്ല എന്നൊക്കെ അങ്ങനെ നമ്മളൊരു അടുത്ത സുഹൃത്തോ അല്ലെങ്കിൽ ഒരു മനുഷ്യനോ നമ്മളോട് പറയുകയാണെന്ന് കരുതുക. എങ്ങനെയായിരിക്കും നമ്മൾ പൊതുവേ അവരോട് ഡീൽ ചെയ്യാറ്? സാധാരണ കണ്ടിട്ടുള്ളത് അവർ നിങ്ങളെന്തിനാണ് ഇത്രയും നെഗറ്റീവായി ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ആളുകളുണ്ട്, അവർക്കൊന്നും ഇങ്ങനെ ചിന്തകൾ വരുന്നില്ലല്ലോ. ചില ആളുകൾ ഇതൊക്കെ ചുമ്മാ ഒരു ശ്രദ്ധ പിടിച്ചു പറ്റാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണെന്നൊക്കെ പലപ്പോഴും ഇത്തരം മനുഷ്യരോട് സംവദിക്കാറുണ്ട്. നമ്മളിതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ആത്മഹത്യാ ചിന്ത പ്രകടിപ്പിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ ഈ ഒരു ആത്മഹത്യ പ്രവണതകൾ കാണിക്കുന്ന ആളുകൾ ലോജിക്കലി ഇതിനെക്കുറിച്ച് മനസ്സിലാകാത്ത ആളുകളല്ല. അവർ കടന്നു പോകുന്ന വിഷമങ്ങളും അല്ലെങ്കിൽ അവർ കടന്നു പോകുന്ന ഇപ്പോൾ വളരെ ഷെയിം തോന്നിയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഗിൽട്ട് തോന്നിയിട്ടുള്ള കാര്യങ്ങളിൽ വളരെ നിസ്സഹായരായി പോകുന്നവരുടെ ഒരു രീതിയാണ്. ഇപ്പോൾ ഇത് ഒരിക്കലും നമുക്കൊരു മോട്ടിവേഷൻ പറഞ്ഞതുകൊണ്ടോ അല്ലെങ്കിൽ അവരെ കംപ്ലീറ്റ്ലി നിസ്സാരവൽക്കരിച്ചതുകൊണ്ടോ മാത്രം അവരെ നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ സാധിക്കില്ല. കുറച്ചും കൂടി എഫക്റ്റീവായ രീതിയിൽ ഇത്തരം ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്ന ആളുകളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രധാനമായും 3 രീതികളിലൂടെയാണ് നമ്മൾ ചെയ്യാറ്. ആദ്യത്തെ എന്ന് പറയുന്നത് റെക്കഗ്നൈസ് ചെയ്യുക. അവരെ ഇത്തരം ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു വരുന്ന ആളുകൾ അവർ പല ലക്ഷണങ്ങളും കാണിക്കാൻ സാധിക്കും. ഉദാഹരണത്തിന് എല്ലാത്തിൽ നിന്നും ഒന്ന് വിട്ടുമാറി നിൽക്കുക, ഇൻട്രസ്റ്റായി ചെയ്തിരുന്ന കാര്യങ്ങളിൽ നിന്നൊക്കെ ഒഴിവായി നിൽക്കുക, ഇങ്ങനെ മരിക്കണം അല്ലെങ്കിൽ ജീവിതത്തിൽ ഒരു അർത്ഥമില്ല എന്നുള്ള രീതിയിൽ ഒരുപക്ഷെ സംസാരിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ എന്തെങ്കിലും സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുക തുടങ്ങിയ പല രീതിയിലും ഒരുപാട് വാർണിംഗ് സൈൻസ് അവർ കാണിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് കൃത്യമായി ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് ആദ്യഘട്ടം. രണ്ടാമതാണ് റെസ്പോണ്ട്. നമ്മൾ ഇത്തരം ബുദ്ധിമുട്ടിൽ കടന്നു പോകുന്ന ആളുകളോട് വളരെ കൃത്യമായി അവരോട് സംസാരിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഈ ഒരു ഘട്ടത്തിൽ നമ്മൾ ചെയ്യുക. ഉദാഹരണത്തിന് അവരോട് നിങ്ങൾക്ക് ആത്മഹത്യ പ്രവണതകളുണ്ടോ അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാനുള്ള പ്ലാനുകളുണ്ടോ എന്നുള്ളത് നമ്മൾ കൃത്യമായി ചോദിക്കണം. പലപ്പോഴും ഇതിൽ വരുന്നൊരു തെറ്റിദ്ധാരണ എന്താണെന്ന് വെച്ചാൽ, നമ്മളിങ്ങനെ ചോദിക്കുന്നത് വഴി അവർക്കൊരു ചിന്ത ഉണ്ടാവുകയും അവർ എങ്ങാനും ഇത്തരം പ്രവണതകളിലേക്ക് കടക്കുമോ എന്നുള്ള രീതിയിലേക്ക് പലപ്പോഴും ആളുകൾ കരുതാറുണ്ട്. അടുത്തതായി റെഫർ ചെയ്യുക എന്നുള്ളതാണ്. കൃത്യമായി ഇതിൽ പരിശീലനം സിദ്ധിച്ച സൈക്കോളജിസ്റ്റുകളെയോ സൈക്കാട്രിസ്റ്റുകളെയോ അടുത്തേക്ക് ഇത്തരം ബുദ്ധിമുട്ടിലൂടെ കടന്നു പോകുന്ന ആളുകളെ റെഫർ ചെയ്യുക. ഒരു പ്രൊഫഷണൽ ഹെൽപ്പിലൂടെ തന്നെ ഇവരെ നമുക്ക് ഇതിൽ നിന്ന് പൂർണ്ണമായും രക്ഷപ്പെടുത്തിയെടുക്കാൻ സാധിക്കും.